നമസ്കാരം. യുദ്ധം, ഉപരോധം, ഭീഷണി മൂന്നിടങ്ങളിലും ട്രംപ് വീണ്ടും പരാജിതനായിക്കൊണ്ടിരിക്കുകയാണ്. US-ൽ തൻ്റെ ഗ്രാഫ് കുത്തനെ ഇടിയുമ്പോൾ അതിജീവിക്കാനുള്ള ഒരു ശ്രമവും വിജയിക്കുന്നും ഇല്ല. യുദ്ധത്തിൽ US-ന്റെ ഹോർമുസ് കടലിടുക്കിലെ കടുത്ത ഉപരോധത്തെ തുടർന്ന് പ്രതിരോധത്തിലായ ഇറാൻ ഒരിടവേളയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രഖ്യാപിച്ച യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ട്രംപിനെയും US-നെയും ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഇറാന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. യുദ്ധത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടും ഹോർമുസിൽ കുരുക്കിലായിട്ടും ഇപ്പോൾ ഇറാൻ ഊർജ്ജസ്വലമായത് എങ്ങനെയാണ് എന്നതാണ് ട്രംപിന്റെ ആശങ്ക. ഇറാൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട 3 സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യത്തേത് ഇറാന്റെ ഏറ്റവും ഒടുവിലത്തെ തിരിച്ചുള്ള ട്രംപിനുള്ള ഭീഷണിയാണ്. ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകും എന്ന ഭീഷണിയുമായി എത്തിയ ട്രംപ് ഇനിയും യുദ്ധത്തിന് തുനിഞ്ഞാൽ കനത്ത സർപ്രൈസ് ഇറാൻ കാത്തുവച്ചിട്ടുണ്ട് എന്ന തിരിച്ചുള്ള ഭീഷണി. അബ്ബാസ് അരാക്ചിയാണ് കടുത്ത മുന്നറിയിപ്പുമായി US-ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. US സേനയെ ആശങ്കപ്പെടുത്തും വിധമാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വെല്ലുവിളി. യുദ്ധത്തിലേക്ക് വീണ്ടും തിരിച്ചുപോയാൽ US-ന് വലിയ സർപ്രൈസുകൾ ഉണ്ടാകും. ഇറാനിലെ യുദ്ധം ആരംഭിച്ച് മാസങ്ങൾക്കുള്ളിൽ $1 ബില്യൺ വിലമതിക്കുന്ന വിമാനങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അത് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങളുടെ സായുധ സേന US-ന്റെ F-35 വിമാനം വരെ തകർത്തു. ഇനിയും യുദ്ധത്തിലേക്ക് തിരിച്ചുപോയാൽ US പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ കാണാം എന്നാണ് അബ്ബാസ് അരാക്ചി പറഞ്ഞത്. എന്താണ് ഇറാൻ ഇപ്പോൾ ഇത്ര ധൈര്യം കാട്ടാൻ കാരണം? പലരും അത്ഭുതപ്പെടുകയാണ്. ഹോർമുസിലെ പ്രതിരോധ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം എങ്ങനെ വന്നു? അതിനുത്തരം കിട്ടുന്നത് അങ്ങ് കാസ്പിയൻ കടലിൽ നിന്നാണ്. ഇറാനുമേൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പരാജയപ്പെടുത്തിക്കൊണ്ട് കാസ്പിയൻ കടൽ വഴി റഷ്യ ഇറാനിലേക്ക് വൻതോതിൽ സൈനിക വാണിജ്യ സഹായങ്ങൾ എത്തിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US-ഇസ്രായേൽ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട 60% പ്രതിരോധ ശക്തി, ആയുധശക്തിയുടെ പകുതിയിലധികം ഇറാൻ ആർജിച്ചെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സുപ്രധാന ആയുധങ്ങളടക്കം കാസ്പിയൻ കടൽ വഴി റഷ്യ എത്തിച്ചുവത്രേ. ഇറാന്റെ നിലനിൽപ്പിന് പ്രധാന ശക്തിയായി പ്രവർത്തിക്കുന്നത് റഷ്യയാണ് എന്ന വിലയിരുത്തലുകൾ വരുന്നതിനിടെയാണ് ഈ നീക്കം. 2018 കരാർ പ്രകാരം കാസ്പിയൻ കടലിന്റെ അതിർത്തി പങ്കിടുന്ന 5 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതിൽ അവകാശമുള്ളത്. റഷ്യ, ഇറാൻ, അസർബൈജാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവയാണ് ആ 5 രാജ്യങ്ങൾ. അമേരിക്കൻ നാവികസേനയ്ക്കോ നാറ്റോ സഖ്യത്തിനോ ഇവിടേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് US-ന് തടയാൻ സാധിക്കുകയുമില്ല. അതിനാൽ ഇറാനിലേക്കുള്ള റഷ്യ സഹായങ്ങൾ സുഗമമായി എത്തിക്കാൻ റഷ്യക്ക് എത്തിക്കാൻ കഴിയും. കാസ്പിയൻ കടലിലെ കൺവെൻഷൻ ഓഫ് ദി ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ദി കാസ്പിയൻ സീ ഉടമ്പടിയാണ് ചരിത്രത്തിൽ നിർണായകമായി നിലകൊള്ളുന്നത്. അനുവദിക്കപ്പെട്ട 5 രാജ്യങ്ങൾക്കല്ലാതെ സൈനിക സുരക്ഷ പോലും അവിടെ ഒരുക്കുക സാധ്യമല്ല. അവർക്ക് മാത്രമാണ് പ്രവേശനം തന്നെ. അതുകൊണ്ട് US-ന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കാരണം അമേരിക്കൻ നയതന്ത്രജ്ഞർ കാസ്പിയൻ കടലിനെ ജിയോ പൊളിറ്റിക്കൽ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കാറുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ വിളിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ സാധ്യതയാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. യുദ്ധത്തിനിടെ തകർക്കപ്പെട്ട ഡ്രോൺ ശേഖരം പുനർനിർമ്മിക്കാനുള്ള ആയുധ സഹായങ്ങളാണ് ആദ്യഘട്ടത്തിൽ റഷ്യ കാസ്പിയൻ കടൽ വഴി നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ. അതിന് പിന്നാലെ മറ്റ് ചരക്ക് നീക്കം റഷ്യക്ക് നൽകാൻ കഴിയുന്ന ഇറാന് അനിവാര്യമായ ആവശ്യമുള്ള സാധനങ്ങൾ കപ്പലുകളിലൂടെ എത്തിക്കുകയാണ്. US-ഇസ്രായേൽ നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തിരിച്ചറിയൽ സംവിധാനങ്ങൾ പൂർണ്ണമായും ലഭ്യമാകാത്ത വിധം സാങ്കേതിക ഇടപെടൽ നടത്തിയാണ് യാത്ര. ഷാഡോ ലിഫ്റ്റ് അടക്കം ഓഫ് ആക്കിയിട്ടാണ് നടപടി എന്നാണ് റിപ്പോർട്ടുകൾ. കപ്പലുകൾ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ട്രാൻസ്പോർട്ടറുകൾ ഓഫാക്കി എന്ന് വാർത്തകളിൽ കാണുന്നു. ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ പോലും റഷ്യൻ യാത്ര പിടില്ലത്രേ. ഇറാന്റെ കാസ്പിയൻ തുറമുഖങ്ങളായ ബന്ദർ അൻസാലി, അമീറ ബാദ്, റഷ്യൻ തുറമുഖങ്ങളായ അസ്ട്രഖാൻ, മഖ്ചല എന്നിവ വഴിയാണ് ചരക്ക് നീക്കം. യുദ്ധത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിലൂടെ കാസ്പിയൻ തുറമുഖങ്ങളും കടലിലെ കപ്പലുകളും തകർക്കപ്പെട്ടിരുന്നു. ആ വാർത്തകൾ ചിലപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. കാസ്പിയൻ പാത ഇനി ആശ്രയിക്കാനാകില്ല എന്നായിരുന്നു US-ഇസ്രായേൽ പ്രഖ്യാപനം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ നടത്തിയ ആക്രമണം. എന്നാൽ കൂടുതൽ സുരക്ഷിതമാക്കി കാസ്പിയൻ കടലിനെയും തുറമുഖങ്ങളെയും ഉപയോഗിച്ച് റഷ്യ വഴിയുള്ള സഹായം എത്തിച്ച് ഇറാൻ ഇനിയും തിരിച്ചടിക്കാൻ മാത്രം കെൽപ്പുള്ള സാഹചര്യത്തിലേക്ക് ഉയർന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കുറച്ചു നാളത്തെ സൈലൻസ് വെറുതെ ആയിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറാന്റെ സൈലൻസ് ഡ്രോണുകൾ, ആയുധങ്ങൾ, മിസൈലുകൾ അടക്കം ഇറാൻ നേടി എന്നും നിലവിൽ സൈനികമായി സുരക്ഷിതമാണ് എന്നും ഉള്ള വാർത്തകൾ അമേരിക്കയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങാതെ അബ്ബാസ് അരാക്ചി തിരിച്ചടിച്ചതും ഈ പശ്ചാത്തലത്തിലാണ്, വെല്ലുവിളി ഉയർത്തത് ഈ പശ്ചാത്തലത്തിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. അതിന് പിന്നാലെ ഇറാനിൽ നടന്ന മറ്റൊരു നീക്കം ലോകത്തെയാകെ ഞെട്ടിച്ചു. സമാധാന ചർച്ചകളെ പോലും ബാധിക്കാവുന്ന ഒരു നീക്കം. അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വധത്തിന് സേനയെ വിട്ട് മേൽനോട്ടം നൽകിയ 2 പ്രധാന നേതാക്കൾ ബെഞ്ചമിൻ നെതന്യാഹു, ഡൊണാൾഡ് ട്രംപ് എന്നിവരെ വധിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കാൻ ഇറാൻ നിയമനിർമ്മാണം ആലോചിക്കുന്നു അത്രേ.
ഇരുവരെയും വധിക്കുന്നവർക്ക് $5.8 നൽകാൻ, ഏകദേശം ഇന്ത്യൻ രൂപ 558 കോടി പ്രതിഫലം പ്രഖ്യാപിക്കാനാണ് അത്രയും നീക്കം. ഇത് വെറുതെയുള്ള പ്രഖ്യാപനമാക്കി മാറ്റാതെ ഇറാനിൽ അതിനായി നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നതായി ആലോചിക്കുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ വയർ, ദ ടെലഗ്രാഫ് എന്നീ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാൻ പാർലമെന്റിൽ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം അസീസിയാണ് കൗണ്ടർ ആക്ഷൻ ബൈ ദി മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് ഓഫ് ദി ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന പേരിലുള്ള ബില്ലിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ട്രംപ്, നെതന്യാഹു എന്നിവരെ വധിക്കുന്ന വ്യക്തിക്കോ സംഘടനയ്ക്കോ ഈ തുക ഔദ്യോഗികമായി കൈമാറാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ഒപ്പം US സെൻട്രൽ കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറും പട്ടികയിലുണ്ട്. ഫെബ്രുവരി 28 തങ്ങളുടെ പരമോന്നത നേതാവിനെ വധിച്ചതിനുള്ള പ്രതികാരമായാണ് നിയമം. ട്രംപിനെയും നെതന്യാഹുവിനെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് ഉടൻ രാജ്യം പ്രതിഫലം നിശ്ചയിക്കുമെന്ന് നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ അംഗം മഹമ്മൂദ് നബാവിയാനും പ്രഖ്യാപിച്ചു. അതേസമയം ഇറാന്റെ ഈ നീക്കം US-ന്റെ വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കും എന്ന ആശങ്ക വ്യാപകമായി ഉയരുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ പരമോന്നത നേതാവിനെ വധിക്കുകയും നിലവിലെ നേതാവിനെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച് അതിനായി ശ്രമിക്കുകയും പരസ്യമായി തന്നെ അതിന് നീക്കം നടത്തുകയും ചെയ്ത രണ്ട് രാജ്യങ്ങളും ഒരു പോറലുമില്ലാതെ നിൽക്കുന്നു. അവരുമായി സമാധാന ചർച്ച ഇറാൻ നടത്തുന്നു. അപ്പോൾ പിന്നെ തിരിച്ചൊരു പ്രഖ്യാപനം നടത്തിയാൽ എന്താണ് ആകുലപ്പെടാനുള്ളത് എന്നാണ് ഇറാന്റെ ഇക്കാര്യത്തിലുള്ള മറുചോദ്യം. മാത്രമല്ല, ഈ പശ്ചാത്തലത്തിൽ അസാധാരണമായി മുജ്തബ ഖമനേയുടെ ആരോഗ്യ വിവരവും ഇറാൻ ആദ്യമായി പുറത്തുവിട്ടു. ഖമനേയുടെ കൈകാലുകൾക്കും മുഖത്തിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളതായും പ്ലാസ്റ്റിക് സർജറിക്കും കൃത്രിമ അവയവമാറ്റത്തിനുമൊക്കെ വിധേയമായിട്ടുള്ളതായും അടക്കമുള്ള വിവരങ്ങളാണ് US ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത്. ഖമനേയി മരിച്ചു എന്നും ഉടൻ മരിക്കും എന്നുമൊക്കെയുള്ള പ്രചരണം ട്രംപ് നേരിട്ട് തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ആവശ്യമായ നിലയിൽ US പ്രചാരണത്തിന് ഇറങ്ങി. എന്നാൽ അത്തരം പ്രചരണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഹെൽത്ത് റിപ്പോർട്ടാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത്. മുജ്തബ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ചെവിക്ക് പിന്നിൽ ചെറിയൊരു പോറൽ മാത്രമേ ബാക്കിയുള്ളൂ എന്നുമാണ് ഇറാൻ ഔദ്യോഗിക ഏജൻസികൾ പറയുന്നത്. ഖമനേയുടെ പരിക്ക് ഗുരുതരമാണെന്നും ജീവൻ അപകടത്തിലാണ് എന്നും ഒക്കെയുള്ള പ്രചരണങ്ങളുടെ ശത്രുക്കളുടെ അപവാദ കഥകളാണ് അത് എന്നൊക്കെയുള്ള ആരോപണമാണ് ഇറാൻ തിരിച്ചുന്നയിക്കുന്നത്. എന്നാൽ പിതാവ് അയത്തുള്ള അലി ഖമനേയെ ഇസ്രായേൽ കൊല്ലാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റതിന് ശേഷം ദിവസങ്ങൾക്കകം മുജ്തബ ഖമനേയെ പരമാധികാരിയെ പ്രഖ്യാപിക്കുകയും ഇസ്രായേൽ വധിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. US ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും പിന്നീട് ഇതുവരെ മുജ്തബയെ കണ്ടുപിടിക്കാനായിട്ടില്ല. കാരണം അവർ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇരു രാജ്യങ്ങളുടെയും ഭീഷണിക്ക് പിടികൊടുക്കാതിരിക്കാൻ കൂടിയാണ് മുജ്തബ പരസ്യമായി പ്രത്യക്ഷപ്പെടാത്തത്. പ്രസ്താവനകൾ മാത്രമാണ് ഇറാൻ ഔദ്യോഗിക ടെലിവിഷനിലൂടെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടി മുജ്തബയുടെ കാര്യത്തിൽ ലോകത്താകെ ആശങ്കയും ദുരൂഹതയും ഒക്കെ ഉണ്ട്. എന്നാൽ ഇറാൻ മുജ്തബയുടെ ആരോഗ്യത്തെക്കുറിച്ച് ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഔദ്യോഗിക കുറിപ്പ് ഇങ്ങനെയാണ്: ദൈവത്തിന് നന്ദി, അദ്ദേഹം സുഖമായിരിക്കുന്നു. ശത്രുക്കൾ എല്ലാത്തരം കിംവദന്തികളും പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിയായ സമയത്ത് അദ്ദേഹം ജനങ്ങളോട് നേരിട്ട് സംസാരിക്കും. ക്ഷമയോടെ രാജ്യം കാത്തിരിക്കണം എന്ന് അധികൃതരുടെ പ്രസ്താവനയെ ഉദ്ധരിച്ച് ഇറാൻ വാർത്താ ഏജൻസി ഫാൾസ് ന്യൂസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നടുവിനേറ്റ പരിക്ക് ഭേദമായി എന്നും മുട്ടിലെ പരിക്കും ചെവിക്കു പിന്നിലുള്ള മുറിവുമാണ് മാറ്റാനുള്ളത് എന്നും അത് ഗുരുതരമല്ല എന്നുമാണ് പ്രോട്ടോകോൾ ഡയറക്ടർ ജനറൽ മസാഹർ ഹൊസൈനെ ഉദ്ധരിച്ച് ചാനൽ പറയുന്നത്. ഈ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഹുസൈൻ കെർമാൻപൂറിനെ ഉദ്ധരിച്ച് ഫാൾസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗൗരവമായ പരിക്കുകളില്ല എന്നുകൂടിയാണ്. ഗുരുതര പരിക്കുണ്ട് എന്ന ന്യൂയോർക്ക് ടൈംസ് അടക്കം ലോകത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ തള്ളുകയാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം. എന്നാൽ മുജ്തബയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടത് അസാധാരണമാണ്. രണ്ടാം ഘട്ട സമാധാന ചർച്ച എവിടെയും എത്താതിരിക്കുന്നു. ഇറാൻ പൂർവാധികം ശക്തിയോടെ ട്രംപിനെയും US-നെയും വെല്ലുവിളിക്കുന്നു. ട്രംപ് യുദ്ധം തുടരാതെ വെടിനിർത്തലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, വീണ്ടും ഭീഷണിപ്പെടുത്തി അതിൽ നിന്നും പിൻവാങ്ങി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആക്രമിക്കാൻ ഒപ്പം ഭീഷണി മുന്നോട്ട് വെച്ചുകൊണ്ട് പിൻവലിച്ചുകൊണ്ട് കുരുക്കിലാക്കി ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുമോ എന്ന ആശങ്ക ഇറാന് ഉള്ളിലുണ്ട്. ഈ സാഹചര്യത്തിൽ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. അതിനുവേണ്ടി അരാക്ചിയുടെ ഭീഷണി, സർപ്രൈസ് ഭീഷണി മുതൽ മുജ്തബയുടെ ആരോഗ്യ വിവരം പുറത്തുവിട്ടതുവരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒരു ജനതയെ ഒരുമയോടെ നിർത്താൻ മുജ്തബയുടെ സാന്നിധ്യം കൂടി ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ. US ഈ വെളിപ്പെടുത്തലിൻ്റെ പിന്നിലെ കാരണങ്ങൾ നിരീക്ഷിച്ചു വരികയുമാണ്. വീണ്ടും ഇറാനെ ആക്രമിക്കാൻ തീയതിയടക്കം പ്രഖ്യാപിച്ച് പിൻവാങ്ങിയ US ഇറാന്റെ സമീപ ദിവസങ്ങളിലെ നീക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. വേണ്ടി വന്നാൽ തിരിച്ചടിക്കാൻ കഴിയും വിധം ഒരിക്കൽ കൂടി ഇറാൻ സജ്ജമായി എന്നാണ് വിലയിരുത്തൽ. ട്രംപ് ഭീഷണികളിലേക്ക് മാത്രമായി പഴയതുപോലെ പിൻവാങ്ങിയതും ഈ സാഹചര്യത്തിലാകാം. അതേസമയം സമാധാന ചർച്ചകൾക്ക് ഏത് മട്ടിലാകും തുടർച്ച ഉണ്ടാവുക എന്നതാണ് സമാധാനകാംക്ഷികൾ ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.